ദൈവത്തിൻ്റെ വചന അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും നമുക്ക് അപ്പമാണ് എങ്കിൽ, അത് ആരോഗ്യകരമായ ഹെൽത്തിയായ ദൈവിക ജീവൻ തരുന്ന അപ്പമാണ് എങ്കിൽ, സർപ്പം സാത്താൻ തരുന്ന ഓരോ വാക്കും വിഷം കലർന്ന അപ്പമാണ്, വിഷമാണ്, എടുക്കാൻ പാടില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക എന്നുള്ള ഈശോയുടെ ഉപദേശത്തെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് നമ്മൾ കർത്തൃ പ്രാർത്ഥന വെച്ചെടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 70ാമത്തെ സെഷനാണല്ലോ ഇത്. എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരർ, നമ്മൾ കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4ാമത്തെ യാചനയെക്കുറിച്ചുള്ള വിചിന്തനത്തിലാണല്ലോ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതിനകത്ത് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ. ആഹാരത്തെക്കുറിച്ചാണല്ലോ വിഷയം ഇവിടെ. ആഹാരം എന്താണ് നമ്മൾ ശ്രദ്ധിച്ചു. ആവശ്യകമായ ആഹാരം എന്ന് പറഞ്ഞാൽ ആവശ്യകമായിട്ടുള്ള ഏതാണ്, ആവശ്യമല്ലാത്ത ആഹാരങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കണ്ടു. പിന്നെ 3ാമത്തെ കാര്യം നമുക്ക് ഇപ്പോൾ കാണാൻ പോകുന്നത്, ഞങ്ങൾക്ക് തരണമേ. തരണമേ ആര്? അങ്ങ് തരണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ വിളിച്ചിട്ടാണ് തരണമെന്ന് പറയുന്നത്. പിന്നെ 4ാമത്തേത് നമുക്ക് പിന്നെ കാണാം, ഇന്ന് ടുഡേ, ഇന്ന് ആവശ്യമായ ആഹാരം, അന്നന്ന് വേണ്ടത്. അതാ നമുക്ക് അതിലേക്ക് പിന്നെ വരാം. അപ്പം അങ്ങ് തരണമെന്ന് ദൈവത്തോടാ പറയുന്നത് തരണമെന്ന്. അതെന്താ അങ്ങനെ? കാരണം ദൈവമാണ് നമുക്ക് തരേണ്ട 1ാമത്തെ വ്യക്തി. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമെന്ന് ഏറ്റവും അറിയാവുന്നത്, കൃത്യം അറിയാവുന്നതും തരാൻ സാധിക്കുന്നതും ദൈവത്തിനാണ്. കാരണം ദൈവമാണ് നമ്മളെ മുഴുവൻ സൃഷ്ടി സംവിധാനം ചെയ്തത്. നമുക്ക് ഏതെല്ലാം മേഖല, എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, എന്തെല്ലാം വിശപ്പുകളുണ്ട്, എന്തെല്ലാം ദാഹങ്ങളുണ്ട്. പ്രതീക്ഷയിൽ തമ്പുരാൻ തന്നെ പറഞ്ഞ് നമ്മൾ കാണുന്ന 32 മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ കൊടുക്കും. ചേർന്ന ഇണയെ കൊടുക്കും. തുണയായിട്ട്, തുണ 2 വാക്കൂടെ പറയുന്നുണ്ട്. മൃഗങ്ങളെല്ലാം കൊണ്ടുവന്നു, പക്ഷേ അത് നോക്കിയിട്ട് തനിക്ക് ചേർന്നൊരു ഇണയെ കണ്ടില്ല, തുണയെ കണ്ടില്ല, അല്ലേ? തുണയായിട്ട്, ഇണയായിട്ട് 2 വാക്കൂടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ ആവശ്യം എന്നുള്ള അതിനപ്പം അറിയത്തില്ല, ദൈവത്തിന് അറിയാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ സസ്യജീവിതങ്ങളെല്ലാം കായ്കനികൾ, ഫലങ്ങൾ, പഴങ്ങളെല്ലാം ക്രമീകരിച്ചു, വേണ്ടതെല്ലാം കൊടുത്തു. അപ്പോൾ പിന്നെ ശരീരത്തിന് വേണ്ടത്, മനസ്സിന് വൈകാര്യം നമ്മൾ കണ്ടതാണല്ലോ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞപ്പം. ഇതെല്ലാം നമുക്ക് വേണ്ടത് അറിയാവുന്ന ദൈവത്തിനാണ്. അതുകൊണ്ടാണ് മത്തായി 6 അവസാന വാക്യങ്ങളിൽ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ് സ്വർഗീയ പിതാവ് അറിയുന്നു, അവിടുത്തെ രാജ്യനീതി അന്വേഷിച്ച് ആദ്യം ഇതെല്ലാം കൊടുത്തേർപ്പെടും. അപ്പോൾ ദൈവം വേണം നമുക്ക് വേണ്ട തരാൻ എന്ന് പറയുമ്പം അതിന് മറുവശം പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവമേ, അങ്ങല്ലാതെ, അല്ല സ്വർഗീയ അപ്പ, അങ്ങല്ലാതെ വേറെ ആരും എനിക്ക് ഒന്നും തരണ്ട, എന്നെ തീറ്റിപ്പോറ്റാൻ വരല്ലേ, അനുവദിക്കല്ലേ. ദൈവമല്ലാത്ത ആരൊക്കെയാണ് നമ്മൾ തീറ്റിപ്പോറ്റാൻ ഉള്ളത്? തീറ്റിപ്പോറ്റുന്നതല്ലേ? തീറ്റിപ്പോറ്റുന്ന. പക്ഷെ എന്താണ് നമുക്കറിയാം. നമുക്ക് യാത്ര പോകുമ്പോൾ, ട്രെയിനിൽ യാത്ര പോകുന്നു, അപ്പോൾ ആൾക്കാർ നിറച്ചുണ്ട്, കുറച്ച് പേര് അപ്പുറത്തിരിപ്പുണ്ട്, അവർ കുറച്ച് ഭക്ഷണം നമ്മുടെ നേരം നീട്ട് കിടന്നാൽ കഴിച്ചോ, നമ്മൾ കഴിക്കുമോ? അറിയാൻ മേലാത്ത ആൾക്കാരെന്ന ഭക്ഷണം. വിവേകത്തിൻ്റെ വാക്കെന്താണ്? അപരിചിതർ തരുന്ന ഒരു ഭക്ഷണവും കഴിച്ചേക്കരുത്. അപകടമുണ്ട്, അപകടം ഉണ്ടായിരിക്കാം, നമ്മൾ സംരക്ഷണമില്ലായ്മയാണ്. അപ്പം നമുക്ക് അറിയാവുന്നവർ തരുന്ന ഭക്ഷണമേ കഴിക്കാവുള്ളൂ. കണ്ടോ? അറിയാവുന്നവർ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. കാരണം നമ്മൾ അകത്തോട്ട് എടുക്കുക, ഭക്ഷണം കഴിക്കുകയാണ്, അതിലൂടെ അകത്തേക്ക് കയറ്റിവിടുന്ന ഭക്ഷണം അത് കൂടെ വരുന്ന എന്തായാലും നമ്മുടെ സിസ്റ്റത്തിലേക്ക് നേരെ കയറുകയാണ്. അപ്പം അത് ഹെൽത്തിയാണെന്ന് ഉറപ്പുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്വമുള്ള, ഇപ്പോൾ ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ പോലും ഇത് സർക്കാരിൻ്റെ അംഗീകാരത്തിന് ഉത്തരവാദിത്തം നടക്കുന്ന ഹോട്ടലുകളാണ്. ഭക്ഷണം കഴിക്കുന്നത് അറിയാവുന്ന വീടുകളിൽ അറിയാവുന്ന ആൾക്കാർ വീട്ടിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മളെപ്പോഴും കഴിക്കും. നമുക്ക് ഒരു ശങ്കയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ തരുന്ന ഭക്ഷണം കഴിക്കും. നമുക്കറിയാം, അവരെ അറിയാവുന്ന കൊണ്ടാണ് ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് അവരെ അറിയത്തില്ല, നമ്മൾ കഴിക്കുകയല്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉറപ്പുള്ള ഏക വ്യക്തി ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വേണം ഭക്ഷണം അങ്ങ് ഞങ്ങൾക്ക് തരണം. അപ്പം മറുവശം ശ്രദ്ധിക്കണം. ഒരു 3-4 കാര്യം ശ്രദ്ധിക്കാൻ പറ്റും ഇവിടെ നമുക്ക്. അങ്ങ് തരണമെന്ന് പറയുമ്പോൾ അങ്ങ് അല്ലാതെ ആരൊക്കെ തരും? 1ാമത് കയറി വരുന്ന ആരാന്നറിയാമല്ലോ ഭക്ഷണം തരാൻ? സർപ്പം, അല്ലെ? ഉൽപ്പത്തി 3 സർപ്പം വന്ന് കയറി ഹവ്വായ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ശരിയല്ലേ? വളരെ ചോദ്യത്തിന് വിഷയം എന്താണ്? ഭക്ഷണമാണ്, അല്ലേ? അവിടെ ചോദിക്കുക, നിങ്ങൾക്ക് എന്തും പറിച്ച് തിന്നാവോ, ഭക്ഷിക്കാവോ, വിലക്കുണ്ടോ?
അപ്പോഴാണ് നന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറിച്ചു വരുന്നത്. അപ്പോൾ അവസരം പറയാണ് അത് കഴിച്ചു, ഒരു കുഴപ്പമില്ല. കണ്ടോ, തമ്പുരാൻ പറഞ്ഞത് മാറ്റി വെച്ചിട്ട് ഞാൻ തരാം അപ്പം, അത് കഴിച്ചു എന്ന് പറയുമ്പം ഹവ്വ വാങ്ങി കഴിച്ചു. അവിടെയല്ലേ മുഴുവൻ തെറ്റിയത്. സാത്താൻ കൊടുത്ത ഭക്ഷണം വാങ്ങി കഴിച്ചിടത്താണ് ഹവ്വ വരുന്നത്. അവിടെ മുഴുവനും രോഗബാധിതരായത്, താളം തെറ്റിയത്. കണ്ടോ, ഇനി ഈശ്വര മരുഭൂമിയിലെ പരിശുദ്ധ ആരംഭിക്കുമ്പോൾ രണ്ടാമത്തെ ആദം, അവിടെയും സർപ്പം വന്നിട്ട് എന്താ ആദ്യം പറയുന്നത്? ഭക്ഷണം അല്ലേ, ഭക്ഷണം കഴിക്കാൻ പറയുകയാണ്. എന്ത് ഭക്ഷണം? ഞാൻ തരാം നിനക്കുള്ള ഭക്ഷണം. എങ്ങനെയാ? ഈ കല്ലിനെ അപ്പമാക്കിക്കൂ. ഇതാണ് സാത്താൻ കൊടുക്കുന്ന ഭക്ഷണം. ഈശോ പറഞ്ഞു, നീ തരുന്ന ഭക്ഷണം ഞാൻ കഴിക്കില്ല, എനിക്കെൻ്റെ സ്വർഗീയ അപ്പ തരുന്ന അവിടുത്തെ അധരങ്ങളിൽ നിന്ന് വരുന്ന വചനത്തിൻ്റെ അപ്പമുണ്ട്. കണ്ടു കഴിഞ്ഞില്ലേ, വചനത്തിൻ്റെ അപ്പമുണ്ട്. അപ്പോൾ ഇവിടെയും സർപ്പം കണ്ടോ ഭക്ഷണം കൊടുക്കാൻ നോക്കുന്നത്, തീറ്റ നോക്കുന്നത് കണ്ടോ? ഈശോ എടുക്കുന്നില്ല, ഹവ്വ അത് എടുത്തു. അപ്പോൾ നമ്മളും ഒരു കാര്യം തിരിച്ചറിയണം, സർപ്പം എന്നെ തീറ്റിപ്പോറ്റരുത്. അപ്പോൾ ഭക്ഷണം എന്നുള്ള ഇങ്ങനെ പറയുമ്പോൾ പർദീസയിലെ ആ ഒരു കനിയും മരുഭൂമിയിലെ കല്ലപ്പമാക്കുന്നതും തനി ഭക്ഷണത്തെക്കാൾ അത് അങ്ങനെയാണ് കഴിക്കുന്ന പഴം ഇവിടെ അപ്പമാകുന്ന കാര്യം പറയുന്നു, ശരീരത്തിന് കഴിക്കുന്ന കാര്യം. അതിനപ്പുറം അതിനർത്ഥമുണ്ട്, നമുക്ക് പോഷകമാകേണ്ട എല്ലാത്തിനും സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഒന്നാമത്തെ അപ്പം ദൈവം നമുക്ക് കരുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിലൂടെ അപ്പം വരുന്നു. ഇവിടെ തന്നെയാണ് സർപ്പവും സംസാരിക്കുന്ന ഭക്ഷണം തരാൻ നോക്കുന്നത്. സംസാരിച്ചുകൊണ്ടാണ്, ഹവ്വയുടെ പക്കൽ സംസാരിച്ചുകൊണ്ടാണ് അപ്പം കൊടുക്കുന്നത്, വേറെ അപ്പം കൊടുക്കാൻ നോക്കുന്നത്. കണ്ടോ, സംസാരത്തിലൂടെയാണ്. ഈശ്വര പക്കൽ മരുഭൂമി സർപ്പം സംസാരിക്കുകയാണ്, പക്ഷെ സംസാരിക്കുകയാണ് വാക്കുകളിലൂടെ, വചനത്തിലൂടെ. ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്ക് നമുക്ക് അപ്പമാണ് എങ്കിൽ അത് ആരോഗ്യകരമായ ഹെൽത്തിയായ ദൈവിക ജീവൻ തരുന്ന അപ്പമാണ് എങ്കിൽ സാത്താൻ തരുന്ന ഓരോ വാക്കും വിഷം കലർന്ന അപ്പമാണ്, വിഷമാണ്, എടുക്കാൻ പാടില്ല. യൂദാസിൻ്റെ ഉള്ളില് പിശാച് തോന്നിപ്പിച്ചു, വിഷം കലർന്ന അപ്പം നല്ലതാണെന്ന ഭാവേന യൂദാസിന് നീട്ടിക്കൊടുക്കുകയാണ്. നല്ല കാര്യം. എന്താ നല്ല കാര്യം? ഈശോയെ ഒന്ന് പുരോഹിതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ തനിക്ക് 30 വെള്ളിക്കാശ് അത് പറയുന്നുണ്ട്, അത് കിട്ടട്ടെ. പിന്നെ ഈശോയെ അവിടെ ഏൽപ്പിച്ചു കൊടുത്ത സർപ്പം യൂദാസിന് ബോധ്യം കൊടുത്തിട്ടുണ്ട്, ഈശോയെ ആരും ഒന്നും ഉപദ്രവിക്കുകയല്ല. ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം കല്ലെറിയാനായിട്ട് കല്ലെടുത്തതാ. പരസ്യഗീതം ആരംഭിച്ചപ്പോൾ തന്നെ ലൂക്ക 4 കുന്നിന്റെ മുകളിൽ കൊണ്ട് ഉന്തിയിട്ട് കൊല്ലാൻ നോക്കിയില്ലേ? കൊല്ലാൻ പറ്റിയോ? ഇല്ലല്ലോ. യോഹന്നാൻ 8 അവസാന വാക്യം, അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു, എന്നിട്ടോ ഈശോ മറിഞ്ഞു പോയി. കണ്ടോ, ഈശോയെ ഒന്നും ആർക്കും തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് സർപ്പം യൂദാസിന് ബോധ്യം കൊടുത്തു, നീ ഒന്നും ബലമായിട്ട് എങ്ങനെയെങ്കിലും സാന്നിധ്യത്തിന്റെ മേനീശയെ കൊണ്ട് കെട്ടിക്കും. അപ്പോൾ ഈശോ ശക്തി അവർ പ്രകടമാക്കും. സാന്നിധ്യക്കാർ എത്ര വെറുപ്പ് ദേഷ്യമുള്ള ഈശോ പോലെ പിടിക്കാനൊന്നും പോകുന്നില്ല. ഈശോനപ്പുറം കയറി പൊക്കോളും. ബലമായിട്ട് രാജാവാക്കാനായിട്ട് യോഹന്നാൻ 6 പറയുന്നില്ലേ, ആൾക്കാരെ ഈശോ പിടിച്ചുകൊണ്ട് പോകാൻ വന്നപ്പോൾ ഈശോ മറിഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനൊരു ബോധ്യങ്ങൾ സർപ്പം കൊടുക്കുകയാണ് യൂദാസിൻ്റെ ഉള്ളിൽ. അത് കൊടുത്തുകൊണ്ട് യൂദാസിനെ ഈ നല്ല ഭക്ഷണം ആണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു, അതിനകത്ത് വിഷം വെക്കുന്നു. ഇതല്ലേ കണി വെക്കാന്ന് പറയുന്നത് ഇല്ലേ? കണി വെക്കുന്നത് നമ്മൾ എലിയെ പിടിക്കാൻ കണി വെക്കുമ്പോൾ എങ്ങനെയാണ് വെക്കുന്നത്? എനിക്കിഷ്ടപ്പെട്ട നല്ല ശരിക്കുള്ള പഴം കൊണ്ട് നമ്മൾ ഓർത്ത് വെക്കും, അല്ലെങ്കിലും മീൻ ചുട്ടത്, കപ്പ ചുട്ടത് ഒക്കെ വെക്കും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടതാ, ശരിക്കുള്ളത് തന്നെയാണ്. അത് ശരിക്കുള്ള കപ്പ, മീനൊക്കെ തന്നെയാണ്, പഴമൊക്കെ തന്നെയാണ്. പക്ഷെ അതിനകത്താണ് വിഷം. അല്ലെങ്കിൽ ചൂണ്ടയുടെ കൊളുത്ത്, മീനിനെ പിടിക്കാൻ മണ്ണിര, ശരിക്കുള്ള മണ്ണിര തന്നെ ഒക്കെ കൊടുക്കുകയാണ്. പക്ഷെ അതിനകത്താണ് അതിൻ്റെ ഉള്ളിൽ കയറി കൊളുത്താൻ പോകുന്ന മൂർച്ചയുള്ള ചൂണ്ടയുടെ വന ഒളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നല്ലതാണെന്നുള്ള വിഷം കൊടുക്കുന്നവരും അങ്ങനെയല്ല. ഇല്ലേ, നമുക്കറിയാമല്ലോ, സയനൈഡ് കൊടുത്ത് ആരെങ്കിലും നശിപ്പിക്കാൻ ചിന്തിച്ച ജ്യൂസിനകത്ത് അല്ലെങ്കിൽ ബിരിയാണിക്കകത്തൊക്കെ കൊടുക്കുന്ന പത്രത്തിൽ വാർത്തകൾ വായിക്കണം. അല്ല, നേരെ കൊണ്ട് സയനൈഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ആരും കഴിക്കുമോ? ഇല്ല. അപ്പം സർപ്പം നമ്മളെ തീറ്റിപ്പോറ്റുന്നതും വാക്കുകളിലൂടെ തരുന്ന അപ്പം ഒന്നാമത്തേത് വാക്കുകളിലൂടെയാണ്. ആ വാക്ക് കൺവിൻസിങ് ആയിട്ട് തരാൻ നോക്കും. ബെനഡിക്ട് വരാറാം പാപ്പയുടെ ജീസസും നസ്രത്ത് എന്ന പുസ്തകത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം അതിനകത്ത് മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് പറയുമ്പം ഈ സർപ്പം വന്ന് ഈശോയോട് സംസാരിക്കുന്ന വളരെ ബുദ്ധിപൂർവ്വം പെരുമാറാനായിട്ടാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
ഈ 40 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുന്ന നിനക്ക് ഇവിടെ ആരാ ഭക്ഷണം തരാനുള്ളത്? ആരുമില്ല. ഇനി ഇവിടുന്ന് ഈ കുന്നിറങ്ങി ഇത്രയും ദൂരം നടന്ന് അങ്ങ് ചെന്ന് കയറി വല്ല ഭക്ഷണം കഴിക്കുന്ന തലറി വീഴിയല്ലേ? അപ്പം നിനക്ക് ഭക്ഷണം വേണ്ടേ? അതിന് നിനക്ക് സിദ്ധിയുണ്ട്, ഈ കല്ലിനെ അങ്ങ് അപ്പമാക്കി കഴിക്കുക. അപ്പം നോക്കി, കരുതലോടുകൂടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, കാര്യം പറഞ്ഞുകൊണ്ടാണ് പർദീസയിലും ഹവയുടെ പക്കലും സർപ്പം വളരെ ആദരവോടെ ഭവ്യതയോടെ നല്ല കാര്യം പറഞ്ഞു തരുന്നത് പോലെ സംസാരിക്കുന്നത്. അത് ദൈവത്തെ ധിക്കരിക്കാനോ നിന്ദിക്കാനോ പാപം ചെയ്യാനോ വൃത്തികേട് കാണിക്കാനോ ഒന്നും അല്ല പറയുന്നത്. പഴം തിന്നാലും നിങ്ങളുടെ കണ്ണ് തെളിയും, ദൈവത്തെ പോലെ ആകും കേട്ടോ. അപ്പം ഈ ഭക്ഷണം കൊടുക്കുന്നത് നല്ല ഭക്ഷണം എന്ന വ്യാജേനയാണ്. അപ്പം വചനത്തിൻ്റെ അപ്പം ദൈവം തരുന്നത് പോലെ സർപ്പം കൊണ്ട് തരാൻ നോക്കുന്നത് നല്ല വചനമാണ്, നല്ല ആശയമാണ് എന്നുള്ള വ്യാജേനയാണ്. അതുകൊണ്ട് ഈ ബെനഡിക്ട് ബെനാറാം പാപ്പ ജീസസും നസ്രത്ത് പ്രസംഗത്തിൽ പറയും, കുറെ കൂടെ നല്ല റീസണബിളായ തീരുമാനമെടുത്ത് ഈ ലോകത്തിന് മിടുക്കനായിട്ട് ജീവിച്ച് ദൈവം പ്രാർത്ഥന അതൊക്കെ വേണം. പക്ഷെ ഇത് നോക്കിക്ക്, ഇപ്പം ഇതിങ്ങനെ തീരുമാനിച്ച് ഇതാണ് കറക്റ്റ്, അങ്ങനെ ചില റീസണബിളായിട്ട് തീരുമാനിക്കാനുള്ള പ്രേരണയാണ് സർപ്പം ഇട്ട് കൊടുക്കുന്നത് ഈശോയ്ക്ക് മരുഭൂമിയിൽ എന്ന് പറയുകയാണ്. ദേവാലയത്തിൻ്റെ മുകളിൽ ചാടിക്കും. അപ്പോൾ എന്താ ആൾക്കൂട്ടമെല്ലാം ഒരുമിച്ച് കൂടും, നിനക്ക് പ്രസംഗിക്കാമല്ലോ, എന്ത് എളുപ്പമാ കണ്ടോ. ഇങ്ങനെയുള്ള കാര്യം. അപ്പം ഇത് വചനത്തിൻ്റെ അപ്പം വിദഗ്ധമായിട്ട് വഞ്ചനാത്മകമായ ആകർഷകത്വത്തോടുകൂടെ നമ്മുടെ പക്കലേക്ക് അവതരിപ്പിക്കാൻ സർപ്പം ഒന്നാമതുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് തരണമേ സ്വർഗീയ അപ്പാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പം പിതാവേ അങ്ങല്ലാതെ വേറെ ആരും ഞങ്ങൾക്കുള്ള ഭക്ഷണം, ആവശ്യമുള്ള ഭക്ഷണം ഇതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തീറ്റിപ്പോറ്റാൻ വരണ്ട. ഒന്നാമത് സർപ്പം ഞങ്ങളുടെ അടുത്ത് തീറ്റിപ്പോറ്റാൻ വരണ്ട, അവൻ ഞങ്ങൾ തീറ്റിപ്പോറ്റരുതേ. ഇതാണ് ശരിക്കും ഡിസൈൻമെൻറ്റിൻ്റെ ഒരു മേഖലയും കൂടിയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങളിൽ ആത്മാക്കളെ വിവേചിക്കണം. ഏതാത്മാവ് സംസാരിക്കുന്ന അറിയണം. നമ്മുടെ ഉള്ളിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. പിശാചിൻ്റെ സ്വരം നമ്മുടെ ഉള്ളിലേക്ക് നേരെ അവരിട്ട് തരുന്ന അനേക അവസരങ്ങൾ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് ഹവ്വ ആദം മുതൽ ഇങ്ങോട്ട് ഹായൻ്റെ പക്കലും സർപ്പം സംസാരിക്കാൻ നോക്കി എന്ന് ഉൽപ്പത്തി 4-ാമത്തെ അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങളിൽ തമ്പുരാൻ തന്നെ കായനെ വിളിച്ച് പറയുന്നില്ലേ, സർപ്പം അല്ലെ പാപം പടിവാതിൽക്കൽ പതിയിരിക്കുന്നു, അത് നിന്നെ താല്പര്യം വെച്ചിരിക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. അവിടെ ഞാനും പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചേ, വിശദമായി പ്രവർത്തിച്ചാൽ മതി, നിന്റെ ബലി സ്വീകൃതമായിക്കോളും. നിന്റെ ഉള്ളിൽ ഇപ്പോൾ ഇച്ചിരി വിഷമമുണ്ട്, അനിയൻ്റെ ബലി സ്വീകരിച്ചു, നിന്നെ സ്വീകരിച്ചില്ല, സാരമില്ല, ഉചിതമായി പ്രവർത്തിച്ചാൽ മതി, നിന്റെ ബലി സ്വീകാര്യമാകും, നീ വിഷമിക്കേണ്ട. പക്ഷെ ഇപ്പം നീ വിഷമമായിട്ട് നീങ്ങിയാൽ ആ വിഷമത്തിൽ സർപ്പം കയറി പണിയും, നീ അപകടത്തിൽപ്പെടും, നീ അതിനെ കീഴടക്കണം, അല്ല നിന്നെ കീഴടക്കും. കൊരിന്ത്യസിലെ സഭയ്ക്കുള്ള 2-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 ഖണ്ഡികൾ വായിച്ച് നോക്കിക്കേ. അവിടെ ഒരു മനുഷ്യന് ഒരു ശിക്ഷണം കൊടുത്തു. ആ സഭയിലുള്ള ഏതൊരു വ്യക്തി എന്തൊരു തെറ്റ് ചെയ്തു, പൗരസഭയുടെ അറിവോടുകൂടെ സഭാ നേതാക്കൾ ആ വ്യക്തിനെ മാറ്റി നിർത്തി. അതിൻ്റെ ദുഃഖത്തിനും വേദനയിലാണ് അവനും ഈ സമൂഹവും. അതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തപ്പസ്വനോട് പറയുന്നുണ്ട്, നിങ്ങളിനി അവനോട് ക്ഷമിക്കണം, അവനെ സ്വീകരിക്കണം. അത് ക്ഷമിച്ചാൽ മാത്രം പോരാ, ക്ഷമിച്ചുവെന്ന് അവന് ഉറപ്പ് കൊടുക്കണം. നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരും. അവസാനം ഒരു കാര്യം പറയുകയാണ്, എന്തിനാ ഇത്ര ഉറപ്പ് കൊടുക്കണം അവന് എന്ന് അവസരം പറയാൻ കാരണം അവിടെ 11-ാം വാക്യം പറയാണ്, 2 കൊരിന്തോസ് 2:11, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്, അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. വല്ലാത്ത ദുഃഖവും നിരാശയുമായിട്ട് കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥയിൽ ആ ഒരു വ്യക്തി നീങ്ങുമ്പം ആ വ്യക്തിയുടെ സങ്കടത്തിൻ്റെ പഴുതിലൂടെ നമുക്കറിയാമല്ലോ, ശരീരം മുറിവുണ്ടായിട്ട് തൊലി പോയാൽ പോലും ആ തൊലി പോയ ശരീരമായിട്ട് നമ്മൾ ചുമ്മാ മണ്ണിക്കൂടെയൊക്കെ പണിത് നടന്നാലാണ് ബാധയുണ്ടാവും. അപ്പോൾ അപ്പോൾ നമ്മൾ കഴുകി അവിടെ ബാൻഡേജ് ഒട്ടിക്കും എന്ന് പറഞ്ഞ പോലെ ചതവോ മുറിവോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അപ്പോഴേ അണുബാധ ഒഴിവാക്കണം. അപ്പം ഒരു വ്യക്തിയുടെ ഒരു കായൻ്റെ ബലി സ്വീകരിക്കപ്പെടാതെ പോയതിൻ്റെ വിഷമം, അല്ല ഇവിടെ ഈ മനുഷ്യൻ കൊരിന്ത്യസിലെ മനുഷ്യനെ ഒരു ശിക്ഷണത്തിന് വിധേയമാക്കി മാറ്റി വെച്ചതിൻ്റെ ആ ഒരു ഞെരുക്കം, നാണക്കേട്, വിഷമം, ഏകാന്ത ഒറ്റപ്പെടൽ, അതൊരു പരിക്കേറ്റ പോലെയാ, തൊലി പോയ പോലെയാ. അവിടെ അണുബാധ വരും, അത് ഒഴിവാക്കണം. ഏത് അണുബാധ? ഇവിടെ പിശാചാ.
നരകത്തിനാണ് കയറും. അവിടെ എത്രയും വേഗം അവന് കൊടുത്ത മുറിവത് മതി. ഡോക്ടർ നമ്മുടെ ശരീരം കീറും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട്. അങ്ങനെ ഒരു ഡോക്ടർ എത്ര കീറിയാലും ആ കീറലൊന്നും അണുബാധ ഏൽക്കുന്നില്ലെന്ന് ഡോക്ടർ ഉറപ്പാക്കും, ഇല്ലേ? അപ്പോൾ അത് ഒന്ന് മുൻകൂട്ടി കരുതലെടുക്കും. അത് വെച്ച് കെട്ടി ബാൻഡേജ് ഒട്ടിച്ച് മരുന്ന് വെച്ച് ഏതാനും ദിവസം ആശുപത്രി കിടക്കാൻ പറയും. അത് കരിഞ്ഞൊന്ന് ഉറപ്പാക്കിയിട്ടേ വിടുള്ളൂ. ഇടയ്ക്കൊന്ന് ഡ്രസ്സ് ചെയ്യാൻ പറയും. മുറി നോക്കിക്കൊണ്ടിരിക്കും. അണുബാധ നടക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആത്മീയമായ മേഖലയിൽ അണുബാധ വരരുത്, സാത്താൻ കയറി പ്രവർത്തിക്കരുത്. അപ്പം സാത്താൻ നമ്മൾ സംസാരിക്കാനായിട്ട് ഹവയുടെ പക്കൽ സംസാരിക്കാൻ വന്നു, മരുഭൂമി ഈശ്വര പക്കൽ സംസാരിക്കാൻ വന്നു. പിന്നെ നമ്മുടെ ഞെരുക്കങ്ങളിൽ, വിഷമങ്ങളിൽ, സങ്കടങ്ങളാകും പഴുതുണ്ടാക്കാൻ നോക്കും. കായൻ്റെ പക്കൽ, കായൻ്റെ ബലി തള്ളപ്പെട്ടപ്പോൾ ഉള്ള ഞെരുക്കത്തേല് കൊറിന്ത്യയിലെ മനുഷ്യൻ്റെ പക്കൽ സർപ്പ സംസാരിക്കാൻ ഇട കൊടുക്കരുത്. പൗരസഭയോട് പറയാണ് ജാഗ്രത എടുക്കണം. അപ്പം നമുക്കൊരു ജാഗ്രത വേണം. ഓരോ ചിന്തകൾ, ആശയങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ നീങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വചനത്തിൻ്റെ അപ്പം എന്ന പോലെ സർപ്പത്തിൻ്റെ വചനം കയറി വരുന്നത്, അവൻ്റെ പ്രേരണ വരുന്നത് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കണം. പിന്നെ നമ്മുടെ ഞെരുക്കങ്ങൾ അതിനേക്കാളും പ്രധാനപ്പെട്ട ഇതായിരിക്കും. രണ്ടാമതേ വരുന്നത് എന്താണ്? ഇച്ചിരി വിഷമം, ഞെരുക്ക, സങ്കടം, നിസ്സഹായത, വഴി അടഞ്ഞ പോലെ അവസ്ഥ. അങ്ങനെ വരുന്നിടത്തും മറ്റും കയറി നമ്മൾ തീറ്റിപ്പോറ്റാൻ വരും. അതിനെ തട്ടിത്തെറിപ്പിക്കാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം സ്വർഗീയ അപ്പ അങ്ങ് മാത്രമേ തരാവുള്ളൂ. സാത്താൻ തരരുത്, എനിക്ക് പൈസ തരരുത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. 3 കാര്യങ്ങൾ, 3 കൂട്ടുകൾ വേറെ ഉണ്ട്. നമുക്ക് അപ്പം തരാൻ പറ്റും. നോക്കി നിൽക്കുന്നവരെ നമുക്ക് അവരെ പറ്റി അടുത്ത സെഷനിൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.